ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഓണം സ്പെഷ്യലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് നെക്ലസും കമ്മലുമാണ്. അപ്പോൾ പാലക്കമാലയുടെയൊക്കെ മോഡലിലുള്ള ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ കുന്താൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് കൂടി നോക്കാം. കുന്താൻസ് ഗ്രീൻ കളർ, പിന്നെ ഗോൾഡൻ കളർ ബീഡ്സ് ചെറുത്, 2 സമൂസ, ഒരു സൂചി, നൂല്, പിന്നെ ബാക്ക് ത്രെഡ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നൂലെടുക്കുക, സൂചിയിലോട്ട് കോർക്കാം. അപ്പോൾ നൈലോൺ നൂലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വരിയാണ് കോർക്കാൻ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് സമൂസ എടുക്കാം. സമൂസയിൽ 3 ഹോളുണ്ട്. അപ്പോൾ നമ്മൾ ഉൾഭാഗത്തു നിന്ന് വെളിയിലോട്ട് ആദ്യം ഫസ്റ്റ് കാണുന്നൊരു ഹോളിലൂടെ കോർക്കാം. അതിനുശേഷം നെക്സ്റ്റ് വണ്ണിൽ കോർത്തിട്ട് ഈ 2 അറ്റവും കൂടി അവിടെ 2-3 കെട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. പിന്നെ നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് കുറച്ച് മിനുസും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ 2 കെട്ടൊക്കെ ഇട്ട് അത് അഴിഞ്ഞു പോകും. അപ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിന് മുകളിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫെവി ബോണ്ട് ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. സാധാരണ നൂലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലൂ ആവശ്യമില്ല. പിന്നെ മറ്റേ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. വീണ്ടും നമുക്ക് കോർത്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഈ കെട്ടിട്ടപ്പോൾ നമ്മുടെ നൂല് ഉൾഭാഗത്താണ്, അത് ഏറ്റവും താഴെ വരുന്ന ഒരു ഹോളിൽ കൂടെ വെളിയിലോട്ട് എടുക്കാം. അതിനുശേഷം കോർക്കാം. അതായത് 3 കുഞ്ഞ് ഗോൾഡൻ കളർ മുത്താണ് ആദ്യം കോർക്കുന്നത്. കോർത്ത ശേഷം നമ്മളിങ്ങനെ റൗണ്ടിലിവിടെ കറക്റ്റായിട്ട് ആദ്യം കോർത്തതിൻ്റെ മറ്റേ അറ്റത്തുള്ള, അതുപോലെ 2 അറ്റത്തുള്ള ഹോളിലൂടെയാണ് ആദ്യം കോർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം വെളിയിലോട്ട് വന്ന് 3 മുത്ത് കോർത്ത് വീണ്ടും ഉള്ളിലോട്ട് കോർത്തു. അതിനുശേഷം നമ്മൾ ആദ്യം കോർത്ത ആ ഹോളിൽ കൂടെ തന്നെ വെളിയിലോട്ട് കോർത്തിട്ട് നമ്മൾ 3 മുത്ത് കോർത്തയിൽ ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കോർക്കാം. ഇനി ഇതേപോലെ തന്നെ 3 മുത്ത് കോർക്കാം. എന്നിട്ട് ഈ കോർത്തിരിക്കുന്നതിൻ്റെ നടുവിലുള്ള മുത്തിലൂടെയാണ് നമ്മൾ താഴോട്ട് കോർക്കേണ്ടത്. താഴോട്ട് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പാണ് വരിക. ഇതിൽ വീണ്ടും നമ്മൾ 3 മുത്ത് കോർത്തയിൽ ആദ്യത്തെ മുത്തിലൂടെ കോർക്കുക, വീണ്ടും 3 മുത്ത് കോർക്കുക, ഇതേപോലെ തന്നെ നടുവിലുള്ള മുത്തിൽ കൂടെ താഴോട്ട് വരിക. അങ്ങനെ ഈ സ്റ്റെപ്പ് ഇതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ കംപ്ലീറ്റ് മാലയും കോർക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് 3 മുത്ത് കോർത്തു, നടുവിലൂടെ താഴെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കോർത്തതിൻ്റെ ആദ്യത്തെ മുത്തിൽ കൂടെ കോർക്കാം. പിന്നെ വീണ്ടും 3 മുത്ത് കോർക്കുക, എന്നിട്ട് ഈ നടുവിലുള്ള മുത്തിൽ കൂടെ താഴോട്ട് വരിക. വീണ്ടും ഇപ്പോൾ കോർത്തിരിക്കുന്ന 3 മുത്തിൻ്റെ ആദ്യത്തെ മുത്തിലൂടെ വീണ്ടും സൂചി കോർക്കുക. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കുന്താൻസ് കോർത്ത് തുടങ്ങാം. അപ്പോൾ കുന്താൻസ് ഗ്രീൻ കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇതിന് പകരം റെഡോ ബ്ലൂവോ വൈറ്റോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും എടുക്കാം. സെറ്റ് സൈറ്റിൽ ബ്ലൗസിന് മേച്ചാവുന്ന പോലെ എടുക്കാം. അപ്പോൾ ഈ കുന്താൻസ് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുവിലത്തെ മുത്തിൽ കൂടെ താഴോട്ട് വരിക. അതിനുശേഷം വീണ്ടും ഈ കുന്താൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ഇപ്പോൾ കോർത്തതിൻ്റെ ആദ്യത്തെ മുത്തിൽ കൂടെ എടുക്കാം. അത് ഇത്ര നേരം കോർത്ത പോലെ തന്നെയാണ്, ഇടയിൽ ഓരോ കുന്താൻസ് കൂടി കോർക്കുന്നു. വീണ്ടും നമുക്കൊരു കുന്താൻ കോർക്കാം, വീണ്ടും 3 മുത്ത് കോർക്കാം. കുന്താൻ കോർത്ത ശേഷം 3 മുത്ത് കോർക്കുക. 3 മുത്ത് കോർത്തിട്ട് നമ്മൾ നേരത്തെ കോർത്തിരിക്കുന്ന മുത്തിൻ്റെ നടുവിലൂടെ താഴോട്ട് വന്നിട്ട് ഈ കുന്താൻ്റെ ഉള്ളിലൂടെയും നമ്മളിപ്പോൾ കോർത്തിരിക്കുന്ന 3 മുത്തിൻ്റെ ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും ഇത് എടുക്കാം. അപ്പോൾ ഇതേ പ്രൊസീജിയറിലാണ് നമ്മൾ ഫുൾ മാല കോർക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം ലെങ്ത്ത് കോർത്തെടുക്കാം. ഇതൊരു നെക്ലസിൻ്റെ ഒരു വലുപ്പത്തിലാണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ ലോങ് ആയിട്ട് കുറച്ചുകൂടി നീളത്തിൽ മാല വേണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് മുത്ത് മാത്രം കോർക്കുന്നത്. എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും കോർത്ത ശേഷം നടുവിൽ മാത്രം ഈ കുന്താൻസ് കോർത്താലും മതിയാകും. അപ്പോൾ ഇതാണ് മെയിൻ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ കുന്താൻസ് ഇവിടെ കോർത്ത് കഴിഞ്ഞു. ആ നെക്ലസിൻ്റെ വലുപ്പത്തിലുള്ള ആ ഒരു ഇത്രയും കോർത്തു. ഇനി ആദ്യം കോർത്ത പോലെ തന്നെ കുറച്ച് കുന്താൻ ഇല്ലാതെ മുത്തുകൾ മാത്രമായിട്ട് കോർത്തിട്ട് നമ്മൾ ഫസ്റ്റ് സമൂസയിൽ കോർത്ത പോലെ തന്നെ ഈ അറ്റത്തും ഒരു സമൂസ വെച്ചിട്ട് നമുക്കിത് കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് മുണ്ടാണെങ്കിലും അതിന് ഈ ട്രഡീഷണൽ ജ്വല്ലറി ആയിരിക്കും കൂടുതലും ഭംഗി. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ മലയാളി മങ്കകൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം തോന്നിക്കുന്നത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒപ്പം ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാലക്കാമാലയുടെ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ പാലക്കാമാല എന്ന് പറയുമ്പോൾ കൂടുതലും ഗ്രീൻ കളർ, ഇപ്പോൾ റെഡ് ബ്ലൂ എല്ലാ കളറിലും അവൈലബിൾ ആണ്. പക്ഷേ പണ്ടൊക്കെ കൂടുതലും ഗ്രീൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ കളർ കുന്താൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് സാരിയുടെ കൂടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. പിന്നെ മാച്ചായിട്ട് അതിൻ്റെ ബ്ലൗസിൻ്റെ കളർ അല്ലെങ്കിൽ സെറ്റ് സാരിയിലുള്ള വർക്കിൻ്റെ കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ കളർ കുന്താൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫുൾ കോർത്ത് കഴിഞ്ഞു, കെട്ടിട്ടു. കെട്ടിൻ്റെ മേലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 2 അറ്റത്തും ഓരോ ജംപറിങ് കണക്ട് ചെയ്തിട്ട് ഈ ബാക്ക് ത്രെഡ് കോർക്കാം. ഈ ബാക്ക് ത്രെഡിന് പകരം ചെയിൻ വേണമെങ്കിൽ ബാക്ക് ചെയിൻ ആയിട്ട് നമുക്ക് ത്രെഡിന് പകരം കോർക്കാൻ പറ്റും. നിറയെ നെക്ലസിലൊക്കെ ഞാൻ നേരത്തെ ചെയ്യുമ്പോൾ ബാക്ക് ചെയിൻ കോർത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇത് ത്രെഡ് ആകുമ്പോൾ കൂട്ടുകയും നെക്ലസ് പോലെ നന്നായി ചെറുതാക്കി ഇടുകയും ചെയ്യാം. അപ്പം നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു
കമ്മൽ കൂടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്മൽ കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽസൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു സ്റ്റഡ് മാത്രമേ നമുക്ക് എക്സ്ട്രാ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ജമ്പ് റിങ് എടുക്കുക, അതൊന്ന് അകത്തിയ ശേഷം ഒരു കുന്തൻ അതിൽ കോർക്കുക, ഒരു ഗോൾഡൻ കളർ ബീഡ് കോർക്കുക, വീണ്ടും ഒരു കുന്താൻ കോർക്കാം. അതുപോലെ തന്നെ ജമ്പ് റിങ്ങിൽ ഈ സൈഡിൽ നമുക്ക് ഒരുമിച്ച് പിടിച്ച് ഇങ്ങനെ തിരിച്ച് പറ്റില്ല. അവിടെ ഒരു സൈഡ് കോർത്ത ശേഷം മറ്റേ ഭാഗത്ത് ഇതേപോലെ ഒരു ഗോൾഡൻ ബീഡ് കോർക്കാം, ഒരു കുന്താൻ കോർക്കാം. അപ്പോൾ ഇത് കോർത്ത ശേഷം ഈ ജമ്പ് റിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴത്തെ ഡിസൈനാണിത്. അപ്പോൾ ഇത് ജമ്പ് റിങ്ങിൽ 3 കോർത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 3 വേണ്ട, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഒരു കുന്താൻ മതി എന്നുണ്ടെങ്കിൽ ഈ ജമ്പ് റിങ് ഒഴിവാക്കാം. എന്നിട്ട് ഒരു കുന്താനിൽ തന്നെ നമുക്ക് ഈ കുന്താൻ്റെ അറ്റത്തിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതേപോലെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ജമ്പ് റിങ്ങിൻ്റെ താഴെയുള്ള ഈ 2 കുന്താൻസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 3 കുന്താൻസാണ് താഴെ വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നൂല് ഒരു കുന്താൻ്റെ മറ്റേ 2 കുന്താൻ്റെ ഇടയിൽ 2 മുത്തുകൂടി കോർത്തിട്ട് ഇങ്ങനെ കോർക്കാം. കോർത്ത ശേഷം വീണ്ടും, അതായത് ഒരറ്റത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് വരുന്നത്. താഴെ ഒരു കുന്താനും തൊട്ട് മുകളിലായിട്ട് 2 വരുന്ന പോലെയാണ് വരുന്നത്. പിന്നെ വീണ്ടും 3 മുത്ത് കോർക്കുക. 3 മുത്ത് കോർത്ത ശേഷം ഈ 2 അറ്റവും തമ്മിൽ കൂട്ടിക്കെട്ടാം. അപ്പോൾ നൈലോൺ നൂലാണ്, അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 കെട്ടിട്ടിട്ട് അത് അനക്കാതെ വെക്കുക. ഇപ്പോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റാണ് ഇവിടെ ഈ കെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പം കോർത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് കഴിഞ്ഞാൽ വന്ന വഴിയെ തന്നെ തിരിച്ച് ഒന്ന് പോവുക. അതായത് ആദ്യത്തെ മുത്തിൽ കൂടെ തിരിച്ച് കോർത്തിട്ട് വീണ്ടും 3 മുത്ത് കോർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, മാല കോർത്ത പോലെ തന്നെ നടുവിലെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ റിവേഴ്സിൽ എടുക്കേണ്ടത്. റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ മാലയുടെ ഡിസൈൻ്റെ അതേപോലെ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ കോർത്തതിൻ്റെ ആദ്യത്തെ മുത്തിൽ കൂടെ വീണ്ടും കോർക്കുക. ആദ്യത്തെ മുത്തിൻ്റെ ഒരു മുത്തിൽ കൂടെ മാത്രം കോർത്താൽ മതി. അതിനുശേഷം വീണ്ടും 3 ഗോൾഡൻ കളർ മുത്ത് കോർക്കുക. എന്നിട്ട് നേരത്തെ കോർത്തതിൻ്റെ ഈ നടുവിൽ കാണുന്ന മുത്തിൽ കൂടെ നമ്മളിങ്ങോട്ട് കോർത്തിട്ട് വീണ്ടും ഇപ്പോൾ കോർത്തതിൻ്റെ ആദ്യത്തെ മുത്തിൽ കൂടെ കോർക്കാം. അങ്ങനെ എത്ര ലെങ്ത്ത് കമ്മലിന് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് കുറച്ച് കോർത്ത ശേഷം ലാസ്റ്റ് ഈ കൊക്കി കോർത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് ലെങ്ത്തില്ല, ഒരു നോർമൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 ലെയർ ഇതുപോലെ 3 മുത്ത് വെച്ച് കോർത്ത ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ വീണ്ടും, അതായത് കോർത്ത വഴിയെ തന്നെ തിരിച്ചു വരികയാണ്. അതായത് കെട്ടിട്ട് വെച്ച ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കോർത്ത് ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്താൽ വീണ്ടും നെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറുക. വീണ്ടും നമുക്ക് തിരിച്ച് ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ച് താഴോട്ടാണ് വരുന്നത്. അപ്പം ഇനി നടുവിലൂടെ വരിക. വീണ്ടും നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള താഴത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ അങ്ങനെ ചുറ്റി നമുക്ക് താഴോട്ട് വരാം. കറക്റ്റായിട്ട് ഞാൻ ഏത് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ കയറ്റി താഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അറ്റവും കൂടി നൂലും കൂടി കൂട്ടി കെട്ടുക. കെട്ടിയ ശേഷം നേരത്തെ മാലയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. സാധാരണ നൂല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2 വരി നൂല് എന്തായാലും എടുക്കണം. കോട്ടൺ ത്രെഡാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കോർത്തിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് നൂല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, വിഷമമാവും. അത് കാരണം നൈലോൺ ത്രെഡാണെങ്കിൽ ഇങ്ങനെ, സിൽക്ക് ത്രെഡാണെങ്കിലും കോട്ടൺ ത്രെഡാണെങ്കിലും ഒക്കെ 2 വരി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ കെട്ടിട്ട് കഴിഞ്ഞു, ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എക്സസൈസ് വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു ജമ്പ് റിങ് എടുത്തിട്ട് ഏറ്റവും മുകളിലുള്ള ഈ മുത്തിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു കമ്മലാണ്. മാലയ്ക്ക് സെറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡ് കുറച്ച് വട്ടം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടുമ്പോൾ ജമ്പ് റിങ് കാണും. അതുകൊണ്ട് ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് അതിൻ്റെ വട്ടം കുറയ്ക്കുക. ചെറിയ ജമ്പ് റിങ്ങോ വട്ടക്കണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ തീരെ ചെറുതില്ല, പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതാക്കണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം വട്ടം കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ സ്റ്റഡിൽ ഈ ഒരു കുന്താൻ ഒട്ടിക്കാം. അപ്പോൾ ഈ ഫെവി ബോണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് അതിലോട്ടൊന്ന് കുറച്ചാക്കിയിട്ട് ഈ കുന്തൻ അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിക്കുക. കുറച്ചുകൂടി വലിയ സ്റ്റഡാണെങ്കിൽ നമുക്ക് ഈ ഒരെണ്ണത്തിന് പകരം 2 കുന്താനൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡിനുള്ളിൽ അത് ഡ്രൈ ആവും. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജമ്പ് റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഈ സ്റ്റഡ് കോർക്കുക. എന്നിട്ട് ഈ തിരിവ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു സെറ്റ് കമ്മലും നെക്ലസുമാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും സെറ്റ് സാരി, സെറ്റുമുണ്ട്, അല്ലെങ്കിൽ പട്ടുപാവാട എന്താ വെച്ചാൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ ഓരോ സെറ്റ് നെക്ലസും കമ്മലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി സുന്ദരികളായിട്ട് ഇരിക്കുക, നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.